ഗൾഫ് രാജ്യങ്ങൾക്ക് എക്കാലത്തും തലവേദനയായിക്കൊണ്ട് ഹോർമൂസ് വഴി സുഗമമായി ഒരു കപ്പലിനും ഒരിക്കലും കടന്നു പോകാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറും. അതുകൊണ്ട് വാട്ട് ഈസ് നീഡഡ് ഈസ് എൻ ഇറാൻ, എ സ്ട്രോങ്, സ്റ്റേബിൾ, സെക്യൂർ, റെസ്പോൺസിബിൾ ഇറാൻ. സുഗമമായി ഗൾഫിലൂടെ, പേർഷ്യൻ ഗൾഫിലൂടെ, ഹോർമൂസിലൂടെ സുഗമമായ കപ്പൽ ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇറാന് ചില ഉറപ്പുകൾ കൊടുക്കണം. ഇറാൻ തിരിച്ചും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും ആക്രമിക്കില്ല എന്ന ഉറപ്പ് കൊടുക്കണം. ഇറാനെതിരെയുള്ള ഉപരോധം എല്ലാം തന്നെ പിൻവലിക്കണം. അല്ലാതെ യുദ്ധം ഉപയോഗിച്ചുകൊണ്ട് ആണവ ഉമ്മാക്കി കാട്ടിക്കൊണ്ട് എക്കാലത്തും ഇതൊരു കലാപരിപാടി എന്ന നിലയിൽ ഇറാനെ ആക്രമിക്കാനാണ് തുനിയുന്നതെങ്കിൽ അമേരിക്കൻ ജനത ആത്യന്തികമായി പ്രതികരിക്കും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിലെ ഈ ആണവായുധത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഈ UN പരിശോധകർ ഇറാനിൽ മാത്രമാണല്ലോ ആണവ നിലയങ്ങൾ പരിശോധിക്കുന്നതും ആണവോർജ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും. അമേരിക്കയോ ഇസ്രയേലോ ഒരിക്കലും അത്തരം പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്നില്ല. ഇറാന് ആണവായുധ ശേഷിയില്ല എന്ന് US-ൻ്റെതടക്കമുള്ള ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടും ആണവായുധ ശേഷിയുടെ പേരും പറഞ്ഞ് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയല്ലേ അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തവണ ഇറാനിൽ യുദ്ധം ചെയ്തപ്പോഴും ട്രംപ് പറഞ്ഞത് ഞങ്ങൾ അവരുടെ ആണവശേഷി പൂർണ്ണമായും തകർത്തു എന്നാണ്. എങ്കിൽ പിന്നെ ആണവായുദ്ധത്തിന്റെ പേരും പറഞ്ഞ് ഈ ചർച്ച പൊളിക്കുന്നത് എന്തിനാണ്? വീണ്ടും ആക്രമണത്തിന് പോക്കുകൂട്ടുന്നത് എന്തിനാണ്? പഴയൊരു പരസ്യമുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട് എന്ന്. അതേപോലെ ഈ യുദ്ധം നടത്താൻ ഓരോരോ കുറ്റം കണ്ടുപിടിക്കുകയാണോ അമേരിക്കയും ഇസ്രയേലും? ആക്രമിക്കാൻ ഓരോരോ കാരണങ്ങൾ എപ്പോഴും ഒരു ബലവാന്റെ ഒരു ലക്ഷണമാണ് ആക്രമണം നടത്തുക, എന്നിട്ട് അത് ന്യായീകരിക്കുക, അത് തൻ്റെ അവകാശമാണെന്ന് പറയുക. ഇതെക്കാലത്തും ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഫാമിലികൾ വളർന്നാണല്ലോ ഒരു 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 ഗ്രൂപ്പായി, ഒരു ട്രൈബായി വന്നത്. ആ ട്രൈബുകളെല്ലാം കൂടെ വളർന്ന് ക്ലാൻ സ്റ്റേറ്റും ഒക്കെയായി മാറി. അങ്ങനെ രാഷ്ട്രങ്ങളുണ്ട്. ബലപ്രയോഗത്തിലൂടെയാണ് രാഷ്ട്രം തന്നെ ഉണ്ടായത്. ആ രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നതും വലുതാകുന്നതും എല്ലാം തന്നെ ഒരു ട്രൈബൽ സ്റ്റേറ്റിൽ നിന്നും മോഡേൺ സ്റ്റേറ്റിലേക്കും ബിഗ് ടൈം എംപയറിലേക്കും ഒക്കെയുള്ള രാജ്യങ്ങളുടെ വളർച്ച സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ബലപ്രയോഗം തന്നെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാവധി നിലനിൽപ്പിൻ്റെ ബേസ്. അത് 21-ാം നൂറ്റാണ്ടിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അവിടെ ബലവാൻ, അമേരിക്ക ശക്തമാണ്, ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയാണ്, ശക്തമായ ഒരു സൈന്യമുണ്ട്, ശക്തമായ ടെക്നോളജി ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന ശക്തമായ സംവിധാനമുണ്ട്. ഇതിൻ്റെ എല്ലാം ബലത്തിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ സ്വന്തം ഹിതം അടിച്ചേൽപ്പിക്കാൻ ആ രാജ്യത്തിൻ്റെ ഭാഗതയം നിർണ്ണയിക്കുന്ന ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ ആ സിസ്റ്റം ഇടപെട്ടതിനെ തിരുത്തേണ്ടതാണ്. അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നു. മുൻകൂട്ടി തന്നെ തീരുമാനിച്ചത് 1979 മുതൽ അമേരിക്കൻ പ്രസിഡന്റുമാർ ചിന്തിച്ചതും എന്നാൽ പല കാരണങ്ങളാൽ സാധിക്കാതെ പോയതുമായ കാര്യം അവസരം വന്നപ്പോൾ ഇതാ പ്രയോഗിച്ചിരിക്കുന്നു. ഇസ്രയേലും ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. 1948 ഇസ്രയേൽ രൂപപ്പെട്ടപ്പോൾ ഇസ്രയേലും ഇറാനുമായി നല്ല സൗഹൃദമായിരുന്നു. അന്ന് അറബ് രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രയേൽ യുദ്ധം ചെയ്തിരുന്നത്. പക്ഷേ 79 മുതൽ ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ തന്നെ ഇറാനെ വെറുക്കുന്നു. കാരണം ഇറാൻ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരു രീതിയിലും വകവെച്ച് കൂസി മുന്നോട്ട് പോകുന്നില്ല. ഇറാൻ ഇറാഖ് യുദ്ധം 8 വർഷം നീണ്ട 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന സദ്ദാം ഹുസൈൻ ഇറാഖ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇറാനുമായി നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണ ഇറാഖിനായിരുന്നു എന്നോർക്കണം. അറബ് പക്ഷത്ത് നിന്നുകൊണ്ട് ഇറാനെ എതിർത്തിരുന്നു. അപ്പോഴും ഇറാൻ പിടിച്ചു നിന്നു. അപ്പോൾ ഇങ്ങനെയൊരു യുദ്ധം അമേരിക്ക സൗകര്യപൂർവ്വം ഇപ്പോൾ കണ്ടെത്തി. അമേരിക്കയ്ക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ട്രംപ് എന്ന പ്രസിഡന്റുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപിൻ നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയുണ്ട്. 2 നേതാക്കളും വലിയ ആരോപണങ്ങൾ നേരിടുന്ന, സ്വന്തം കസേര അത്ര സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നേതാക്കളുമാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ, ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഈ നേതാക്കളെ മുൻനിർത്തി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കാരണം കണ്ടെത്താം, ആണവമാണ് വിഷയം. ഇവിടെ ഇറാൻ്റെ കൈവശം ആണവായുധങ്ങൾ ഭദ്രമായിരിക്കില്ല. അതേസമയം തങ്ങളുടെ കൈവശം, അമേരിക്കയുടെ കൈവശമുള്ള 4900-ഓളം പോർമുനകൾ വളരെ സുരക്ഷിതമായിരിക്കും. ആണോ? അമേരിക്കയല്ലേ ആകെ ലോകത്ത് ഇന്നേ വരെ പ്രയോഗിച്ചിട്ടുള്ള 2 ആണവായുധങ്ങൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും നിർമ്മിച്ചിട്ടത് അമേരിക്ക തന്നെയല്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് സുരക്ഷിതമായിരിക്കുമെന്ന് പറയുക? നാളെ അത് ആവർത്തിച്ചു കൂടായികയുണ്ടോ? ഇറാന് നേരെ അത് ഉപയോഗിച്ചു കൂടായികയുണ്ടോ യുദ്ധം അവസാനിപ്പിക്കാൻ?
ആണവമായി ടെഹ്റാൻ്റെ മേൽ കൊണ്ടുപോയി അമേരിക്ക ആണവ ബോംബ് വർഷിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരു ചിന്തയിൽ പോലും അങ്ങനെ കാര്യങ്ങൾ വരാതെ ഇരിക്കട്ടെ. അതേസമയം ഇസ്രായേലിൻ്റെ കയ്യിലും ഉണ്ട് ആണവായുധങ്ങൾ. 19 ആണവ പോർമുനകൾ ഉണ്ട് എന്നാണ് വിവരം. ഇസ്രായേൽ പ്രഖ്യാപിത ആണവ രാജ്യമൊന്നുമല്ല, പക്ഷേ ഓപ്പൺ സീക്രട്ടാണ്. ഇസ്രായേൽ ഹാസ് ദി ന്യൂക്ലിയർ കേപ്പബിലിറ്റി. ഡിമോണ പ്ലാന്റിലൊക്കെ വലിയ രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടന്നു. അമേരിക്കയുടെയൊക്കെ അറിവ് ഒത്താശയൊക്കെ ഉണ്ട് അതിന് പിന്നിൽ. പക്ഷേ ഇസ്രായേലിൻ്റെ കൈവശവും ആണവായുധങ്ങൾ സുരക്ഷിതമാണ്. അവർ പറയുന്നത് എന്താണ്? ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ടും ഒരൊറ്റ ആണവായുധം പോലും ഇസ്രായേൽ ഉപയോഗിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അങ്ങനെ ഉപയോഗിച്ചാൽ ഇറാൻ പ്രതിരോധിക്കാനാവില്ല. പക്ഷേ ചൈനയോ റഷ്യയോ രംഗത്ത് വന്നാൽ ഇതാവില്ല അവസ്ഥ. ഈ പേടി ഉള്ളതുകൊണ്ടാണ് അമേരിക്കയോ നോർത്ത് കൊറിയ വന്നാൽ അമേരിക്ക കയറി അടിക്കുമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആണവ രാജ്യങ്ങൾ ആണവ ആയുധം, ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഡിറ്ററൻസ് എന്ന നിലയിലാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ഇതാണ് ഇന്ത്യയുടെ ആണവതത്വം. നമ്മൾ ഉപയോഗിക്കില്ല ആണവായുധങ്ങൾ. കൈവശമുള്ളത് മറ്റ് രാജ്യങ്ങൾ ഭാരതത്തെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചം എന്ന നിലയിലാണ്. ഇറാനും ഒരുപക്ഷെ അതിനുവേണ്ടി തന്നെയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയത്. സെൻട്രിഫ്യൂജുകൾ ഒരുക്കിയത് അതിനുവേണ്ടിയാണ്. 60% സമ്പുഷ്ടീകരണം നടത്തിയത് ഊർജ ഉത്പാദനത്തിന് വേണ്ടി അല്ല എന്ന് നിസ്സംശയം പറയാം. പക്ഷേ ഇത് ഇറാൻ്റെ അവകാശമാണ്. അപ്പം ഇസ്രയേലിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പറയുന്ന ആണവ സാങ്കേതിക വിദ്യ ഇറാൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു മുൻവിധി, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, പ്രീകൺസീവ്ഡ് നോഷൻ എന്തുമാകാം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ കലാശിച്ചത്. അപ്പോൾ ആണവ വിഷയം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ആണവായുധ നിർമ്മാണ കേപ്പബിലിറ്റി, ആണവ സാങ്കേതിക വിദ്യ തന്നെ ഇറാൻ എന്നെങ്കിലും ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അവസരം, അന്തരീക്ഷം തങ്ങൾ ബലപ്രയോഗത്തിലൂടെ ഒഴിവാക്കും എന്നാണ് അമേരിക്ക പറയുന്നത്. ഇസ്രായേലും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ അത് ഒഴിവാക്കും എന്ന് പറയുമ്പോഴും അതൊരു പരിണാമഗുപ്തിയിൽ എത്തി നിർത്താൻ കഴിയുന്നില്ല. ഇറാൻ ചർച്ചകളുടെ ഇടയിൽ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക കൈമാറാമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി സമ്പുഷ്ടീകരണം തുടരില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നു 5 വർഷത്തേക്ക് നിർത്തിവെക്കാൻ, തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറായിരുന്നു. അത് സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ, അല്ല 20 വർഷത്തേക്ക്, 20 വർഷം വലിയൊരു കാലാവധിയല്ലേ? ലോകം ഒരുപാട് മാറില്ലേ? ഊർജ്ജ ആവശ്യമൊക്കെ മാറി വരില്ലേ? അപ്പോൾ അത്ര കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് അമേരിക്ക പറയുമ്പോൾ ചർച്ചകൾ തകരണം. ആക്രമണത്തിലൂടെയല്ലാതെ, ബലപ്രയോഗത്തിലൂടെയല്ലാതെ, യുദ്ധത്തിലൂടെയല്ലാതെ, പൂർണ്ണമായ കീഴടക്കലിലൂടെയല്ലാതെ ഇറാൻ വിഷയം, ഈ വിഷയം, ആണവ വിഷയം കൈകാര്യം ചെയ്യാനാവില്ല എന്ന് ട്രംപ് ഉറപ്പിച്ചതുപോലെ തോന്നി. പക്ഷെ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ആ മേഖലയിലില്ല. കരയുദ്ധത്തിലൂടെ അല്ലാതെ ഇറാനെ എങ്ങനെയാണ് പൂർണ്ണമായി കൊമ്പ് കുത്തിക്കുക? ഇനി കരയുദ്ധം നടത്തിയാൽ തന്നെ പൂർണ്ണമായി ഇറാൻ കീഴടങ്ങുമെന്നതിന് എന്താണ് ഉറപ്പ്? ഇനി കീഴടങ്ങിയ ഏതെങ്കിലും കാരണവശാൽ ആർഗ്യുമെൻറ്റിന് വേണ്ടി ഇറാൻ ഭരണകൂടം ഏതെങ്കിലും സമ്മർദ്ദത്താൽ നിലം പതിക്കുന്നു, IRGC ഉൾപ്പെടെ കാര്യങ്ങൾ പിരിച്ചുവിടേണ്ടി വരുന്നു, എന്താവും സംഭവിക്കുക? പലയാവർത്തി ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ ശിഥിലമാവും, ഇറാൻ ഫെയിൽഡ് സ്റ്റേറ്റായി മാറും. വിവിധ നിരവധി അനവധി മിലിഷ്യകൾ, സായുധ സംഘങ്ങളുടെ കയ്യിലേക്ക് ആ രാജ്യത്തിൻ്റെ മണ്ണ് പോകും. അപ്പോൾ പിന്നെ ആർക്കും നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് എക്കാലത്തും തലവേദനയായിക്കൊണ്ട് ഹോർമൂസ് വഴി സുഗമമായി ഒരു കപ്പലിനും ഒരിക്കലും കടന്നു പോകാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാറും. അതുകൊണ്ട് വാട്ട് ഈസ് നീഡഡ് ഈസ് എൻ ഇറാൻ, എ സ്ട്രോങ്, സ്റ്റേബിൾ, സെക്യൂർ, റെസ്പോൺസിബിൾ ഇറാൻ. സുഗമമായി ഗൾഫിലൂടെ, പേർഷ്യൻ ഗൾഫിലൂടെ, ഹോർമൂസിലൂടെ സുഗമമായ കപ്പൽ ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ചരക്ക് നീക്കം, ക്രൂഡ് ഓയിൽ നീക്കം നടക്കണം. എണ്ണ ടാങ്കറുകൾ തലങ്ങും വിലങ്ങും പോകണം. ഇറാന് ചില ഉറപ്പുകൾ കൊടുക്കണം. ഇറാൻ തിരിച്ചും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും ആക്രമിക്കില്ല എന്ന ഉറപ്പ് കൊടുക്കണം. ഇറാനെതിരെയുള്ള ഉപരോധം എല്ലാം തന്നെ പിൻവലിക്കണം. അല്ലാതെ യുദ്ധം ഉപയോഗിച്ചുകൊണ്ട്, ആണവ ഉമ്മാക്കി കാട്ടിക്കൊണ്ട് എക്കാലത്തും ഇതൊരു കലാപരിപാടി എന്ന നിലയിൽ ഇറാനെ ആക്രമിക്കാനാണ് തുനിയുന്നതെങ്കിൽ അമേരിക്കൻ ജനത ആത്യന്തികമായി പ്രതികരിക്കും. അതാണ് പവർ ഓഫ് ഡെമോക്രസി. ആ ജനാധിപത്യം ഇന്നും ലോക ജനത ജനാധിപത്യത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഭാരതം ജനാധിപത്യ രാജ്യമാണ്, അമേരിക്കയും ജനാധിപത്യ രാജ്യം തന്നെയാണ്. ഇപ്പം
റഷ്യ എന്ത് ചെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല, ഇറാൻ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. പൂർണ്ണ അർത്ഥത്തിൽ അത് ജനാധിപത്യ രാജ്യങ്ങളല്ല. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങൾ പുലർത്തേണ്ട സാമാന്യ മര്യാദ അമേരിക്കൻ പാർലമെൻറ്റ്, അമേരിക്കൻ ജനത ട്രംപിനെ നിയന്ത്രിക്കുന്നതിലൂടെ പുലർത്തും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കട്ടെ.